ക്രിസ്തു ശിഷ്യത്വത്തിന്റെ രണ്ടു വ്യത്യസ്ത ഭാവങ്ങളാണ് പീലിപ്പോസിന്റെയും നഥാനയേലിന്റെയും ക്രിസ്തു സമീപനത്തിൽ നാം കാണുന്നത്. പീലിപ്പോസിനെ യേശു നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത്. നഥാനയേലിനെ പീലിപ്പോസാണ് യേശുവിന്റെ അടുത്തേക്ക് വിളിക്കുന്നത്. രണ്ടുപേരും യേശുവിനെ ദൈവപുത്രനായി വിശ്വസിച്ചു, അംഗീകരിച്ചവരാണ്. രണ്ടുപേരും ക്രിസ്തുവിന്റെ വിളി കേൾക്കുകയും അനുഗമിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ വിളിയോട് യഥാർത്ഥത്തിൽ പ്രത്യുത്തരിക്കേണ്ട രീതിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. എന്നെ അനുഗമിക്കുക എന്ന ഒറ്റ വാചകത്തോടെ ക്രിസ്തുവിനെ അനുഗമിച്ചവനാണ് പീലിപ്പോസ്. വെറുതെ അനുഗമിക്കുക മാത്രമല്ല, ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തന്റെ വാക്കുകളിലൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്ന മിശിഹ യേശു തന്നെയാണെന്ന് പീലിപ്പോസ് അടിവരയിടുന്നു. ക്രിസ്തുവിനെ വിശ്വസിച്ച് അനുഗമിച്ച് ധീരതയോടെ അവനെ ഏറ്റുപറയുന്ന വ്യക്തിത്വം. ഈ തീക്ഷ്ണതയാണ് നഥാനയേലിനെ ഈശോയിലേക്ക് അടുപ്പിച്ചത്. ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കാൻ ഈ മാതൃക നമുക്കും പ്രചോദനമാകട്ടെ. ക്രിസ്തുവിന്റെ വിളി കേൾക്കാനും അവനെ ആഴത്തിൽ മനസ്സിലാക്കാനും ധീരതയോടെ പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നത് ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ പീലിപ്പോസ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. നഥാനയേൽ പീലിപ്പോസ് പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിച്ചില്ല. അവൻ നേരിട്ട് തന്നെ ക്രിസ്തുവിനെ അനുഭവമാക്കുകയായിരുന്നു. ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വേറൊരു ശൈലിയാണ് താൻ അനുഭവിച്ച ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് അവസരം ഒരുക്കുന്നത്. പീലിപ്പോസ് ഈ കാര്യത്തിലും ഇവിടെ മാതൃകയാണ്. നഥാനയേൽ നിഷ്കപടനായൊരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാം അറിയുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ നഥാനയേലും നമ്രശീർഷനാകുന്നു. യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും ബലിയർപ്പണത്തിലൂടെയും ക്രിസ്തു നമ്മെ വിളിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ വിളിക്ക് കാതോർക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യമായ വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ ദർശിക്കുവാനും അവന്റെ സാമീപ്യം അനുഭവിച്ച സന്തോഷത്തോടെയും സമാധാനത്തോടെയും വ്യാപരിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുന്ന മറ്റൊരു ക്രിസ്തുവായി, ക്രിസ്തു സാന്നിധ്യമായി ഈ ഭൂമിയിൽ അനേകർക്ക് സാന്ത്വനമേകാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളാകാനും നമുക്ക് കഴിയട്ടെ.